സിമ്പിളായിട്ട് വരുന്ന ഒരു വീനക്ക് കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്സ്, ആൻറ്റി ഗോൾഡിൻ്റെ തന്നെ ഷുഗർ ബീഡ്സ്, പിന്നെ സീക്വൻസസ് ആണ്. വാട്ടർ സീക്വൻസ് ആണ്, പീച്ച് ഷെയ്ഡ് വരുന്ന വാട്ടർ സീക്വൻസ്, അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡ് വരുന്ന സിൽക്ക് ത്രെഡുമാണ്. ഇതാണ് നമ്മൾ ചെയ്യുന്ന കുർത്തിയുടെ നെക്കിൻ്റെ പാറ്റേൺ. അത് ഞാൻ കാർബൺ ഷീറ്റ് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്നുള്ള ഷോർട്സ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്താൽ ഇതെങ്ങനെയാണ് ട്രേസ് ചെയ്തതെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ നടുക്കായിട്ടൊരു കുഞ്ഞു റൗണ്ട് ഞാനൊന്ന് വരച്ചു കൊടുക്കുവാണ്. എന്നിട്ട് സിൽക്ക് ത്രെഡ് 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സർക്കിളിൻ്റെ ചുറ്റുമായിട്ട് സ്ട്രേറ്റ് സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു സീക്വൻസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നീഡിൽ താഴ്ത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ത്രെഡ് എടുത്ത ശേഷം ഒരു സീക്വൻസ് ആ നീഡിലേക്ക് ഇങ്ങനെ എടുക്കുവാണ്. എന്നിട്ട് ആ സർക്കിളിൻ്റെ ബോർഡറിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നീഡിൽ താഴ്ത്തി കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് സ്റ്റിച്ച് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സീക്വൻസും അറ്റത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം നമ്മുടെ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. നീഡിൽ നമ്പർ ഞാൻ എടുത്തിരിക്കുന്നത് ക്രെവൽ നീഡിൽ 5 ആണ് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ സിൽക്ക് ത്രെഡും സീക്വൻസും കൂടെ ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ലീഫാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് വേണം നീഡിലെടുക്കാനായിട്ട്. എന്നിട്ട് നീഡിലേക്ക് ഒരു 4 കട്ട് ബീഡ് ഒന്നിച്ചെടുത്തിട്ട് ചെരിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം കട്ട് ബീഡ് എടുക്കാനായിട്ട്. അപ്പോൾ ലീഫ് ചെറുതാണെങ്കിൽ നമുക്കൊരു 3 കട്ട് ബീഡൊക്കെ മതിയാവും. അപ്പോൾ ഈ ലീഫ് ഇത്തിരി സൈസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 കട്ട് ബീഡാണ് എടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ള ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ടോപ്പിലേക്ക് വരുന്ന ആ ലീഫാണ് ചെയ്യുന്നത്. അത് ഇതുപോലെ തന്നെ നീഡിലെടുത്തിട്ട് ഷുഗർ ബീഡ് ഒരു 4 എണ്ണമാണ് ഞാൻ ഒന്നിച്ചെടുത്തത്. അത് നമുക്ക് ഇതേപോലെ തന്നെ ചെരിച്ച് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും കട്ട് ബീഡ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തത്. ഇവിടെ ആകുമ്പോൾ ഷുഗർ ബീഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഇനി ഈ സർക്കിളിൻ്റെ നടുക്കായിട്ട് സ്പേസ് വന്നിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫിറ്റിംഗ് സ്റ്റോൺ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ വരുന്ന ചെറിയ ഫിറ്റിംഗ് സ്റ്റോൺ ആണ്. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബീഡ്സിൽ റൗണ്ടിൽ വരുന്ന ബീഡ്സ് അത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ഈ സ്പേസ് വന്നിടത്തും കൂടെ നമ്മൾ ആ ഫിറ്റിംഗ് സ്റ്റോൺ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫുൾ വർക്ക് കഴിയുമ്പം ഇതുപോലെയാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.